പാഠം 553 ഒരു കൈക്കൂലി കഥ. സാറ് ഭയങ്കര ഗൗരവത്തിലാണല്ലോ പത്രവായന. എന്താണ് ഇത്ര തല പോച്ച് വായിക്കാൻ? മനസ്സിലായി. കൈക്കൂലി കേസിൽ ഡെപ്യൂട്ടി തഹസിൽദാർ അറസ്റ്റിൽ. കൊള്ളാം. റവന്യൂ വകുപ്പിലുള്ളവരൊക്കെ വാഴ്ത്തപ്പെട്ടവരാണെന്ന് മോഹനേട്ടൻ ഇപ്പോഴും പറയാറുണ്ടല്ലോ. ഈ ഡെപ്യൂട്ടി തഹസിൽദാർ റവന്യൂ വകുപ്പിലുള്ള ഉദ്യോഗസ്ഥനല്ലേ? ഈ ഡെപ്യൂട്ടി തഹസിൽദാരെ എനിക്കറിയാവുന്ന ആളാ. നല്ല മനുഷ്യനാ. എനിക്ക് തോന്നുന്നത് ഇയാളാരെ പറ്റിച്ചതാണെന്നാ. ഇനിയിപ്പോ അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. എന്ത് പറഞ്ഞാലും മോഹനേട്ടൻ ഒരു ന്യായം ഉണ്ടാവും. അതല്ല ഭാമേ, നമ്മുടെ നാട്ടിലെ ഉദ്യോഗസ്ഥന്മാരിൽ ഭൂരിപക്ഷവും നല്ലവരാ. പക്ഷേ പെട്ടെന്ന് കാര്യം സാധിക്കാനായി പൊതുജനം കാശുമായി ഉദ്യോഗസ്ഥരുടെ പിറകെ ഇങ്ങനെ പോവും. ചില ഉദ്യോഗസ്ഥന്മാർ പ്രലോഭനങ്ങൾ വീണുപോകും. ഈയടാ, അങ്ങനെ പ്രലോഭനത്തിൽ വീഴാൻ സർക്കാർ ഉദ്യോഗസ്ഥർ എന്താ കൊച്ചു കുട്ടികളോ? കൈക്കൂലി വാങ്ങാൻ ഓരോരുത്തർക്കും ഓരോരോ ന്യായങ്ങള്. കൊള്ളാലും ഹലോ, അതെ ഉണ്ട് കൊടുക്കാം. മോഹനേട്ടാ ഇപ്പൊ വരുവേ. പറഞ്ഞില്ല, ഉത്തരവാദിത്തപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥനെ പ്രലോഭിപ്പിക്കാൻ ആരെങ്കിലും വിളിക്കുന്നാവും. ഹലോ സാറേ, ഞാൻ സുന്ദരേശ്വരാ. ആ പോക്കോരവന്റെ കാര്യം പറയാൻ മിനിഞ്ഞാന്ന് ഞാൻ ആഫീസിൽ വന്നിരുന്നു. ആ പോക്കോര് നടക്കില്ല എന്ന് ഞാൻ പറഞ്ഞാണല്ലോ. സാർ അങ്ങനെ പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായി. സാറ് കൈക്കൂലി വാങ്ങാത്ത ആളാണെന്ന് എല്ലാവരും പറഞ്ഞോണ്ടാ ഞാൻ കാശ് തരാഞ്ഞത്. സാറ് കൈക്കൂലി വാങ്ങുമെന്ന് ഇന്നല്ലേ എനിക്ക് മനസ്സിലായത്. എത്രയാ വേണ്ടതെന്ന് സാറ് പറഞ്ഞാ മതി. ഓഹോ, വില്ലേജ് ഓഫീസർ കെ മോഹനേഷ് സാറിന് കൈക്കൂലി എടുക്കാൻ നോക്കുന്നോ? നീ വിവരം അറിയും. ഇപ്പൊ ഈ പറഞ്ഞ ഒറ്റ വാചകത്തിന്റെ പേരിൽ സുന്ദരേശനെ പോലീസ് സ്റ്റേഷനിൽ കയറ്റാൻ എനിക്ക് പറ്റുമെന്ന് അറിയാമോ? സാറേ, ഇത് വേറെ ആരും അറിയില്ല. അത് ശരി. ഓഹോ, അപ്പൊ രണ്ട് കൽപ്പിച്ചാണല്ലേ സുന്ദരേശൻ? അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് കാണണമല്ലോ. ഇപ്പൊ ഫോണിൽ പറഞ്ഞതുകൊണ്ടും ഞാനൊരു ഗാന്ധിയനായതുകൊണ്ട് മാത്രമാണ് ഞാൻ സുന്ദരേശന്റെ പല്ലടി താഴെടുത്തത്. സാറ് കാശ് വാങ്ങുമെന്നൊക്കെ എനിക്കറിയാം. വേണ്ടപ്പെട്ടവര് പറഞ്ഞതുകൊണ്ടാണ് ഞാനിപ്പോ വിളിക്കുന്നത്. മോഹനേശൻ കൈക്കൂലി വാങ്ങുമെന്ന് പറഞ്ഞവൻ ആരായാലും അവൻ വിവരം അറിയും. നിങ്ങളെപ്പോലുള്ളവർ എന്നെ പറ്റി എന്താ കരുതിയിരിക്കുന്നത്? ഞാൻ സത്യസന്ധമായി ജോലി ചെയ്യുന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്. ഇതൊക്കെ ആരോടാ സാറേ പറയുന്നത്? സാറ് കൈക്കൂലി വാങ്ങുമെന്ന് എനിക്കറിയാം. കൈക്കൂലി വാങ്ങുന്നത് സുന്ദരേശന്റെ അച്ഛൻ. എന്റെ ഫോണിൽ വിളിച്ച് ഇതുമാതിരി വൃത്തികേടുകൾ പറഞ്ഞാൽ ഗാന്ധിയനാണെന്നുള്ളത് ഞാനങ്ങ് മറക്കും. സുന്ദരേശനെ കണ്ടുപിടിച്ച് ആടിച്ച് സുന്ദരേശനെ പല്ല് താഴെയിട്ട് കാലിൽ മുട്ടയിലല്ലേ ഒടിക്കും. കളി കെ മോഹനേഷ് സാറിനോടോ? അഹങ്കാരി. എന്താണ് മോഹനേട്ടാ? ഒരു സുന്ദരേശൻ അവൻ എനിക്ക് കൈക്കൂലി തന്നേ പറ്റൂ. ഞാൻ കൈക്കൂലിക്കാരനാണ് എന്ന് അവൻ അറിയാമെന്ന്. അതുകൊണ്ട് എന്താ ഇങ്ങനെയാണ് ഒരാളോട് സംസാരിക്കുന്നത്? മോഹനേട്ടൻ ഈ സ്വഭാവം കാരണം എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാതായി. ആളുകളൊക്കെ എന്നെ കാണുമ്പോഴേ കളിയാക്കി ചിരിക്കുക. നിന്റെ ഭർത്താവ് സത്യസന്ധനായ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് എന്നതോർത്ത് അഭിമാനിക്കേണ്ട നീ അതിന് പകരം എന്റെ സത്യസന്ധതയെ അധിക്ഷേപിക്കുന്നു. സത്യം പറഞ്ഞാൽ നിന്നെ പോലുള്ള ഭാര്യമാരാണ് ഭർത്താക്കന്മാരെ വഴിതെറ്റിക്കുന്നത്. മോഹനേട്ടൻ ഈ പറച്ചിൽ കേട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ മോഹനേട്ടനോട് കൈക്കൂലി വാങ്ങാൻ പറഞ്ഞ പോലെ തോന്നൂലോ. ഞാൻ പറഞ്ഞത് അതല്ലല്ലോ. ആളുകളോട് ഇങ്ങനെ എടുത്തു ചാടി വഴക്കുണ്ടാക്കുന്ന എന്തിനാണ് എന്നല്ലേ. വെറുതെ ഒരാളെ വിളിച്ച് വഴക്കുണ്ടാക്കുകയല്ല ഞാൻ ചെയ്തത്. എന്നോട് കൈക്കൂലി തരാം എന്ന് പറഞ്ഞ ആളോട് അതിനുള്ള മറുപടി പറയായിരുന്നു. നിനക്കറിയാമോ ഭമേ,
ഒരു സത്യസന്ധയും മാന്യമായ ഒരു ഭാര്യയായിരുന്നു നീയെങ്കിൽ നീ അപ്പ എന്നോട് പറയുമായിരുന്നു, മോഹനേട്ടന്റെ ഭാര്യയായതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്ന്. മോഹനേട്ടൻ ആളുകളോട് വഴക്കുണ്ടാക്കുമ്പോഴെല്ലാം ഞാൻ അങ്ങനെ പറയാൻ നിന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് വേറെ ഒന്നിനും സമയം കിട്ടില്ല. കാരണം രാവിലെ മുതൽ കാണുന്ന സകലരോടും മോഹനേട്ടൻ വഴക്കുണ്ടാക്കുവേ. അപ്പോഴെല്ലാം ഞാൻ ഓടി വന്ന്, മോഹനേട്ടന്റെ ഭാര്യയായതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്നെ പറയണോ? ഭാമേ, ഒരു ഭർത്താവിന് ജീവിതത്തിന് ഏറ്റവും വലുത് ഭാര്യയുടെ പ്രോത്സാഹനവും അംഗീകാരവുമാണ്. എനിക്ക് അങ്ങനെ ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. ജീവിതത്തിൽ ഇതുവരെ നീ എന്നെ അംഗീകരിച്ചിട്ടുണ്ടോ? മോഹനേട്ടാ, ഞാൻ വീണ്ടും പറയുന്നു, മോഹനേട്ടൻ കൈക്കൂലി വാങ്ങാത്തതിൽ എനിക്ക് സന്തോഷമുണ്ട്. പക്ഷേ ഇങ്ങനെ ആളുകളോട് ദേഷ്യപ്പെടാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് എവിടെ ചെന്ന് നിൽക്കും? എന്നെ വിളിച്ച സുന്ദരേശ്വരൻ ഞാൻ പിന്നെ എന്ത് പറയണമായിരുന്നു? പ്രിയപ്പെട്ട സുന്ദരേശ, സർക്കാർ ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി കൊടുക്കുന്നതും വാങ്ങുന്നതും ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ച് തെറ്റാണ്. ആയതുകൊണ്ട് മേലിൽ താങ്കൾ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നോ? ഒന്നെങ്കിൽ ആശാനം വെച്ചത് അല്ലെ കള്ളയ്ക്ക് പുറത്ത്. ഇതല്ലേ മോഹനേട്ടന്റെ നയം? ഇത് രണ്ടുമല്ലാത്തൊരു വഴിയുണ്ട്. ഞാൻ കൈക്കൂലി വാങ്ങാറില്ല, ഇത് നടക്കില്ല എന്ന് പറഞ്ഞ് ഫോണങ്ങ് വെക്കണായിരുന്നു. പക്ഷേ അങ്ങനെ ചെയ്താൽ സുന്ദരേശൻ ചെയ്ത തെറ്റിന്റെ ഗൗരവം അവന് മനസ്സിലാവില്ല. ആ ഗൗരവം മനസ്സിലാകണമെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യണം. എനിക്ക് തോന്നിപ്പോ അങ്ങനെയല്ല. മോഹനേട്ടൻ കൈക്കൂലി വാങ്ങാതിരിക്കുന്നതിനെക്കാട്ടിലും സന്തോഷം മോഹനേട്ടൻ കൈക്കൂലി വാങ്ങുന്ന ആളല്ല എന്ന് നാട്ടുകാരെ അറിയിക്കുക എന്നുള്ളതാണെന്നത്. സത്യത്തിൽ സാധാരണ ഇങ്ങനെ ചെയ്യുന്നത് കൈക്കൂലി വാങ്ങുന്നവരാണ്. ഒളിച്ച കൈക്കൂലി വാങ്ങുന്നവര് ഈ പരസ്യമായിട്ട് മാന്യത നടിക്കില്ലേ, ആ പരിപാടിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഉത്തമ വന്നിട്ടുണ്ട്. എന്താണെന്ന് ചോദിക്കുമ്പോഴേക്കും വേഷം മാറി വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ കാപ്പി എടുത്തരാം. 9 മണി കഴിഞ്ഞു, ഓഫീസിൽ പോണ്ടേ? പിന്നെ അവിടെ പോയിട്ട് കൈക്കൂലിക്കെതിരെ പ്രസംഗിക്കണ്ടേ? അവിടെ ഒരു മര്യാദ പഠിപ്പിക്കണ്ടേ? എന്തുമാത്രം ജോലി ഉള്ളതാ. അയ്യോ, നമസ്കാരം വക്കീലേ. എന്തായിരുന്നു വക്കീലേ, ഭയങ്കര ബഹളാണ്. വില്ലേജ് ഓഫീസറെ രാവിലെ ചെറുതായിട്ടൊന്ന് ചൊറിഞ്ഞു നോക്കി തോത്തമ്മ, സംഭവിച്ചു ആളുകേറി വലുതായില്ലേ. എന്തായിരുന്നു വിഷയം? ഏതോ ഒരാള് ഫോണിൽ വിളിച്ച് എന്തോ കാര്യം സാധിക്കാനായി കൈക്കൂലി തരാമെന്ന് പറഞ്ഞു. പിന്നെന്താ ഉണ്ടാവുക ഉത്തമൻ തന്നെ അറിയാലോ. വിളിച്ച ആളുടെ അച്ഛനും അച്ഛന്റെ അച്ഛനെയും ഒക്കെ വിളിച്ചു. ഇനി ഈ ജന്മത്ത് അയാൾ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനോടും കൈക്കൂലി എന്ന് പോയിട്ട് കൈ എന്ന് പോലും പറയില്ല. അത് കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, കൈക്കൂലി വാങ്ങാത്തവരാണെങ്കിൽ ഞാൻ കൈക്കൂലി വാങ്ങില്ല എന്ന് പറഞ്ഞ ഒഴിഞ്ഞു കളയുന്നു. കൈക്കൂലി വാങ്ങുന്നവരാണ് മറ്റുള്ളവർ കേക്കെ ഒച്ച ഉണ്ടാക്കി മാന്യരാവാൻ ശ്രമിക്കുന്നത് എന്ന്. പോരെ പൂരം. മോഹനേട്ടൻ ഒരു കഴുതയാണെന്നോ പോത്താണെന്നോ മോഹനേട്ടന് വിവരമില്ലെന്നോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോഹനേട്ടൻ അങ്ങ് സഹിക്കും. മോഹനേട്ടൻ അച്ഛന് പറഞ്ഞാൽ പോലും ചിലപ്പോൾ മോഹനേട്ടൻ അങ്ങ് സഹിക്കുമായിരിക്കും. പക്ഷെ മോഹനേട്ടൻ കൈക്കൂലിക്കാരനാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ ഉണ്ടാവുക ഉത്തമനെ അറിയാലോ. ഞാനൊരു കാര്യം പറയുന്നുണ്ട് വക്കീൽ വേറൊന്നും വിചാരിക്കരുത്. മോഹനേട്ടൻ സാറിന്റെ ചില പ്രവർത്തികൾ സംശയം തോന്നേണ്ട കാര്യമുണ്ട്. എന്നോട് ഈ കാര്യം പറഞ്ഞ ശിശുവാല സാറാണ്. അത് ഞാൻ വിശ്വസിച്ചില്ല. പക്ഷെ ശിശുവാല സാറ് സ്വന്തം കെട്ടിയവരുടെയും പിള്ളേരുടെയും പേരിൽ ആണായിട്ട് പറയുമ്പോ വിശ്വസിക്കാതെ എന്ത് ചെയ്യും? ഉത്തമൻ എന്താ പറഞ്ഞു വരുന്നത്? ഇന്നലെ വില്ലേജ് ഓഫീസിൽ ഒരു സംഭവം ഉണ്ടായി. ശിശുപാല, ഞാൻ താലൂക്ക് ഓഫീസിൽ പോയിട്ട് ഉച്ച കഴിഞ്ഞ് വരൂ. ആരെങ്കിലും വിളിച്ചാൽ ഒരു 3 മണിയാകുമ്പോൾ വിളിക്കാൻ പറയണം. പിന്നെ കാഞ്ചനെ ഞാൻ ഏൽപ്പിച്ച ഫയൽ ഇന്ന് വൈകുന്നേരത്തിനകം നോക്കി തീർക്കണം. അത് തീർത്തിട്ട് ഇന്ന് വീട്ടിൽ പോകാൻ പറ്റൂ. ഇലക്ട്രിസിറ്റി ബോർഡിലെ രാമേന്ദ്രൻ സാർ തന്ന പോക്കുവരവിന്റെ അപേക്ഷ സ്വയംപ്രഭ നോക്കണം. ശിശുപാല വരൂ. കഷ്ടം. ശിശുപാല, എന്താ സാർ? ഇന്നലെ ഡെപ്യൂട്ടി തഹസിൽദാർ രാജേന്ദ്രൻ സാർ വിളിച്ചിരുന്നു. സാറിന്റെ ഒരു പരിചയക്കാരനാണ് പോക്കുവരവിന് അപേക്ഷ എന്ന ഗോവിന്ദൻകുട്ടി. എത്രയും പെട്ടെന്ന് പോക്കുവരവ് ചെറുക്കണമെന്നാ പറഞ്ഞത്. ഞാൻ പറഞ്ഞു പറ്റില്ല എന്ന്. ഭൂമി വില തീരെ താഴ്ത്തി കാണിച്ചാണ് രജിസ്ട്രേഷൻ നടത്തിയിരിക്കുന്നത്. രാജേന്ദ്രൻ സാറ് ശിശുപാലിനെ വിളിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. യാതൊരു കാരണവശാലും ആ പോക്കുവരവ് നടക്കില്ല എന്ന് ഞാൻ പറഞ്ഞു എന്ന് എന്നെ പറഞ്ഞോളൂ. വെറുതെ ഡെപ്യൂട്ടി തഹസിൽദാരെ പിണക്കണോ സാറേ? പിണങ്ങണോ വേണ്ടെന്ന് തീരുമാനിക്കേണ്ടത് ഡെപ്യൂട്ടി തഹസിൽദാരാണ്.
പുള്ളിക്കാരൻ ഗോവിന്ദൻകുട്ടിയുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിയിട്ടുണ്ടാവും. ഡെപ്യൂട്ടി തഹസിൽദാർ കൈക്കൂലി വാങ്ങിയതിന്റെ പേരിൽ നമ്മൾ എന്തിനാണ് ഓരോന്നും ചെയ്തത്? അതാരാ? അതാ രാജീവനാ സർ. ഒരു കൈവശാവകാശ സർട്ടിഫിക്കറ്റ് അപേക്ഷ തന്നിരുന്നു. നമ്മള് സ്ഥലം പോയി നോക്കിയതാ സാറേ. നമസ്കാരം സർ, ഞാൻ രാജീവൻ. മനസ്സിലായി. രാജീവന്റെ സർട്ടിഫിക്കറ്റ് ഇന്ന് കൊടുക്കാമെന്നാണോ ശിശുപാല നമ്മൾ പറഞ്ഞത്? അതെ സർ. പക്ഷേ ഞാൻ താലൂക്ക് ഓഫീസിലേക്ക് പോറങ്ങിയാണല്ലോ. ഒന്നുകിൽ രാജീവൻ ഉച്ച കഴിഞ്ഞ് ഇവിടേക്ക് വരിക, അല്ലെങ്കിൽ വൈകിട്ട് എന്റെ വീട്ടിലേക്ക് വരിക. സർട്ടിഫിക്കറ്റ് ഞാൻ ഇത് കയ്യിലെടുത്തോളാം. അങ്ങനെയാണെങ്കിൽ ഞാൻ നാളെ രാവിലെ സാറിന്റെ വീട്ടിൽ വന്ന് വാങ്ങിച്ചോളാം സർ. സാറിന്റെ വീടിന്റെ അടുത്താ എന്റെ വീട്. രാജീവന്റെ അച്ഛന്റെ പേരെന്താ? നാരായണൻ. ടൗണിൽ പെയിന്റ് കട നടത്തുന്ന. ഓ, മനസ്സിലായി. നാരായണൻ ചേട്ടന്റെ മോനാണല്ലേ? ആ അതെ. അപ്പോ കയ്യിൽ പൈസ കാണുമല്ലോ. എന്തിനാ സർ? പറഞ്ഞ സമയത്ത് സർട്ടിഫിക്കറ്റ് തരികയല്ലേ? 1000 രൂപ കിടക്ക്. 1000 രൂപയോ? എന്താ രാജു ഞെട്ടിയെന്താ? ഇതൊരു സർക്കാർ ഓഫീസാണ്. ഇവിടെ കൃത്യമായ കാര്യങ്ങൾ നടക്കണമെങ്കിൽ ചിലപ്പോൾ കാശൊക്കെ ചിലവാക്കേണ്ടി വരും. 1000 രൂപ തന്നാൽ നാളെ രാവിലെ സർട്ടിഫിക്കറ്റ് തരും. ഇല്ലെങ്കിൽ പാടാണ്. സാറേ, സാറെന്താ ഈ പറയുന്നത്? എന്താ എല്ലാരും കൈക്കൂലി വാങ്ങുമ്പോ എനിക്ക് വാങ്ങിക്കൂടെ? കാശെടുക്ക. തരാം സർ. സർ ശരി, രാജു ഒപ്പിക്കോളൂ. നാളെ രാവിലെ എന്റെ വീട്ടിലേക്ക് വന്നാൽ മതി. ശരി സർ. സാറല്ലേ നിയമം വിട്ട് ഒന്നും ചെയ്യില്ലെന്ന് ഇപ്പൊ പറഞ്ഞത്? ഞാൻ അങ്ങനല്ല പറഞ്ഞത്. ഡെപ്യൂട്ടി തഹസിൽദാർ കൈക്കൂലി വാങ്ങിയ കേസിൽ നമ്മൾ എന്തിനാണ് നിയമം വിട്ടൊരു കാര്യം ചെയ്യുന്നത് എന്നാണ് ചോദിച്ചത്. ഇതിപ്പോ ഞാൻ നേരിട്ട് കൈക്കൂലി വാങ്ങിയ കേസല്ലേ. ഞാൻ വരുമ്പോഴേക്കും രാജീവന്റെ കൈവശാവകാശ സർട്ടിഫിക്കറ്റ് എഴുതി വെക്കാൻ കാഞ്ചിനോട് പറഞ്ഞേക്കണം. വൈകിട്ട് വീട്ടിൽ പോകുമ്പോൾ അത് കൊണ്ടുപോകാനുള്ളതാ. പിന്നെ ഞാൻ കാശ് വാങ്ങിയാലും കാഞ്ചനയും സ്വയം പ്രഭയൊന്നും അറിയണ്ട. മനസ്സിലായല്ലോ? ഈശ്വര, എന്തൊക്കെയാ ഞാൻ ഈ കാണുന്നത്? സ്വപ്നമാണോ? എന്താ ഈ പറയുന്നത്? മോഹനയുടെ കൈക്കൂലി വാങ്ങിയെന്നോ? ഒരിക്കലുമില്ല. ഇത് ശിശുപാലൻ ചേട്ടന്റെ ദുരിതത്തോട് പറഞ്ഞതാവും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വക്കീലെ, ഞാനും ആദ്യം അങ്ങനെയാണ് കരുതിയത്. പക്ഷെ ശിശുപാല സാർ സത്യം ചെയ്തു. ഒരു കാര്യമില്ലാതെ ശിശുപാല സാർ അങ്ങനെ പറയുമോ? ഞാനിത് മോഹനേഷ് സാറിന്റെ അടുത്ത് ചോദിക്കൂ എന്നുള്ള കാര്യം ശിശുപാല സാറിന് അറിഞ്ഞൂടെ? അങ്ങനെ ഉണ്ടെങ്കിൽ ശിശുപാല സാറിനെ മോഹനേഷ് സാറ് നിർത്തി പൊരിക്കൂലേ? ഞാൻ ഇക്കാര്യം മോഹനേഷ് സാറിന്റെ അടുത്ത് പറഞ്ഞാൽ പ്രശ്നം ഉണ്ടാവൂല എന്ന് ശിശുപാല സാറിന് അറിയാം. വേണമെങ്കിൽ മോഹനേഷ് സാറിന്റെ അടുത്ത് ചോദിച്ചോ. എന്നും കൂടെ ശിശുപാല സാർ പറഞ്ഞപ്പോ വിശ്വസിക്കാതെ പിന്നെ എന്താണ് ചെയ്യുക? എന്നാലും മോഹനേട്ടൻ പക്ഷേ എന്തോ സംഭവിച്ചിട്ടുണ്ട് വക്കീലെ. ഇന്നലെ വൈകിട്ട് ടൗണിൽ വെച്ച് ഞാൻ മോഹനേഷ് സാറിനെ കണ്ടിരുന്നു. എന്ത് സാറേ ഈ സമയത്ത് ടൗണില് എന്ന് ഞാൻ ചോദിച്ചപ്പോ വെറുതെ വന്നതാണ് എന്ന് പറഞ്ഞു ഒഴിഞ്ഞു കളഞ്ഞു. സാറിന്റെ മുഖത്ത് ആകപ്പാടൊരു കള്ള ലക്ഷണം ഉണ്ടായിരുന്നു. എന്താണെന്ന് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നുമില്ല. പിന്നെ വക്കീലെ, ഇത് ഇവിടെ വന്ന് പറഞ്ഞത് ഞാനാണെന്ന് പറയല്ലേ. ഞാൻ വന്നത് മറ്റേ താമരാഷന്റെ കേസിന്റെ കാര്യം ചോദിക്കാനാ. താമരാഷന്റെ കേസ് അടുത്ത മാസം 18-ാം തീയതി. മോഹനേട്ടാ, ഈ പുറമേ മാന്യന്മാരായി നടക്കുന്ന പലരും ആരും അറിയാതെ കൈക്കൂലി വാങ്ങാറുണ്ടോ എന്ന് പറയുന്നത് ശരിയാണോ? ഉണ്ടായിരിക്കും. അത്തരക്കാരെ നമ്മളെങ്ങനെ തിരിച്ചറിയും? എനിക്കറിയില്ല. എന്നാലും മോഹനേട്ടൻ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനല്ലേ? വേറെ സർക്കാർ ഉദ്യോഗസ്ഥനല്ല, 10 പൈസ കൈക്കൂലി വാങ്ങാത്ത ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ. മോഹനേട്ടനെ പോലെ ഒരാൾ കൈക്കൂലി വാങ്ങി എന്ന് കരുതുക. കരുതിയ മതി. സംഭവം എങ്ങനെ മറ്റുള്ളവർ അറിയും? ഇതെന്താ മോനേട്ടാ? ഇത് ഓറഞ്ച് മുന്തിരി. ഇത് ബേക്കറിയിൽ നിന്ന് വാങ്ങിയതാ. ഇതെന്താണ് പതിവില്ലാത്തൊരു പരിപാടി? അയ്യോ,
മോഹനേട്ടൻ ഇങ്ങനെ എന്തായാലും വാങ്ങി കാലം മറന്നു. ഭാമേ, ഒരു സാധനം വാങ്ങിക്കൊണ്ട് വരുമ്പോ പറയാവുന്ന ഏറ്റവും മാന്യമായ വാക്ക് നന്ദി എന്നാണ്. അത് പറഞ്ഞില്ലെങ്കിലും വേണ്ടില്ല. വാങ്ങിക്കൊണ്ടുവന്ന ആളെ പരിഹസിക്കുന്നത് തീരെ നല്ലതല്ല. അയ്യോ, ഇത് പരിഹാസമല്ലല്ലോ മോഹനേട്ടാ, ഒരു ലോക മഹാത്ഭുതം കണ്ടതിന്റെ അമ്പരപ്പല്ലേ. ഇതെന്തേ, ലോട്ടറി അടിച്ചാ? അതോ എന്നെ കാശ് വഴി കടന്നു വല്ലതും കിട്ടിയോ? അങ്ങനെയാണെങ്കിൽ അങ്ങനെ. നിനക്കിത് വേണോ വേണ്ടത് ആദ്യം തീരുമാനിക്കും. അയ്യോ, വേണം വേണം. എന്നാലും ഒരു എന്നാലുമില്ല, ഈ ചർച്ച തീർന്നു. 1000 രൂപ രാജി കൊടുത്ത 1000 രൂപ തന്നെ ആയിരിക്കില്ലേ? ചുമ്മാ നല്ല വില്ലേജ് ഓഫീസർ കൈ നിറയെ സാധനങ്ങൾ വാങ്ങിയിട്ട് വന്നത്. മോനേട്ടാ, ഇന്നലെ വൈകുന്നേരം വന്നപ്പോ മോഹനേട്ടൻ കുറെ പഴങ്ങളും ബേക്കറി പലഹാരങ്ങളൊക്കെ വാങ്ങിയിട്ട് വന്നില്ലേ? വന്നു. ഞാൻ ചോദിച്ചു എന്താ പതിവില്ലാതെ ഇങ്ങനെയൊക്കെ ചെയ്തെന്ന്. അപ്പോ മോഹനേട്ടൻ ഒന്ന് ചിരിക്ക് മാത്രം ചെയ്തുള്ളൂ, കാര്യം പറഞ്ഞില്ല. ശരിക്കും എന്തായിരുന്നു കാര്യം? അത്രയും മാത്രമല്ലല്ലോ ഉണ്ടായത്. വഴിയിൽ കിടന്ന് കിട്ടിയ കാശാണോ എന്നും നീ ചോദിച്ചു. അങ്ങനെയാണെങ്കിൽ അങ്ങനെ എന്ന് ഞാൻ പറയുകയും ചെയ്തു. അത് ഞാൻ തമാശ പറഞ്ഞതല്ലേ. ശരിക്കും എന്താ മോഹനേട്ടൻ സംഭവിച്ചത്? കോളിംബെൽ അടിച്ചത് കേട്ടില്ലേ ഭാമേ? ആദ്യം അതാരണം നോക്ക്, അത് കഴിഞ്ഞിട്ടും സംസാരിക്കാമല്ലോ. സംസാരിക്കേണ്ടി വരും. സംസാരിക്കാതെ ഈ പ്രശ്നം തീരില്ല. മോഹനേഷ് സാറല്ലേ? ഉണ്ട്. ആരാന്ന് പറയണം? രാജീവനാണെന്ന് പറഞ്ഞാ മതി. ആ, രാജീവിന്റെ വീട് എവിടെയാ? ഞാൻ ആ കൃഷി ഓഫീസിന്റെ അപ്പുറത്താ താമസം. അച്ഛന്റെ പേര് നാരായണൻ. അപ്പൊ ഇതാണ് രാജീവ്. രാജീവിനെ ഞാനൊന്ന് കാണാനിരിക്കുകയായിരുന്നു. എന്താ? സത്യം പറ, ഇന്നലെ രാജീവിന് വില്ലേജ് ഓഫീസിൽ പോയോ? എന്തിന്? ഒരു കൈവശാവകാശ സർട്ടിഫിക്കറ്റിന് അപേക്ഷ കൊടുത്തിരുന്നു. ഇന്നലെ തരാന്ന് പറഞ്ഞുകൊണ്ട് പോയതാ. എന്നിട്ട് കിട്ടിയോ? ഇല്ല. ഞാൻ ചെല്ലുമ്പോ മോഹനേഷ് സാറ് താലൂക്ക് ഓഫീസിലേക്ക് പോകാൻ ഇറങ്ങുമായിരുന്നു. ഉച്ച കഴിഞ്ഞ് വരാൻ പറഞ്ഞു. എന്നിട്ട് അത് കഴിഞ്ഞ് സാറ് തന്നെ പറഞ്ഞു ഇന്ന് രാവിലെ ഇവിടെ വന്നാ തരാന്ന്. വേറൊന്നും പറഞ്ഞില്ലേ? വേറെ സത്യം പറയണം, സാറ് കാശ് വല്ലതും ചോദിച്ചോ? എത്ര? 1000 രൂപ. എന്നിട്ട് രാജീവൻ കൊടുത്തോ? കൊടുത്തു. അത് ശരി. കൈക്കൂലി കൊടുക്കുന്നത് വാങ്ങുന്നത് ശിക്ഷാർഹമാണെന്ന് രാജീവൻ അറിഞ്ഞൂടെ? പക്ഷേ കാര്യം നടക്കണ്ടേ? ആ, രാജീവ് വന്നോ? രാജീവൻ എന്താ വരാൻ വൈകുന്നതെന്ന് ആലോചിക്കായിരുന്നു. ഇതാ രാജീവിന്റെ കൈവശാവകാശ സർട്ടിഫിക്കറ്റ്. വലിയ ഉപകാരം സാർ. അപ്പൊ വില്ലേജ് ഓഫീസറുടെ പുറമേ കാണുന്ന പോലെ ഒന്നും അല്ല. അത്യാവശ്യം തരകളൊക്കെ കയ്യിലുണ്ടല്ലേ? എന്ത്? എല്ലാം എനിക്ക് മനസ്സിലായി മോഹനേട്ടാ. ആ, പിന്നെ രാജീവാ, തന്റെ അച്ഛൻ നാരായണൻ ചേട്ടനും ഞാനും തമ്മിൽ വലിയ അടുപ്പമാണ്. ഞാൻ ഭയങ്കര കൃത്യനിഷ്ഠക്കാരനാണെന്നും നിയമം അനുസരിച്ച് ജീവിക്കുന്ന ആളാണെന്നും ഒക്കെ എപ്പോഴും പറയും. നിയമം അനുസരിച്ച് കൈക്കൂലി വാങ്ങുന്നയാളെന്നാവും പറഞ്ഞത്. ഇത് രാജീവനാ. ഇതെന്താ സാറേ? നോക്ക്. ഹെൽമറ്റോ? കഴിഞ്ഞ മാസം ബൈക്ക് ഓടിച്ച് രാജീവൻ ഒരു അപകടത്തിൽപ്പെട്ടില്ലേ? 4 ദിവസം ആശുപത്രിയിൽ കിടന്നു. എന്നിട്ടും ഒരു ഹെൽമറ്റ് വാങ്ങി വെക്കാൻ രാജീവൻ തയ്യാറായില്ല. നാരായണൻ ചേട്ടൻ പല പ്രാവശ്യം പറഞ്ഞിട്ടും രാജീവൻ അനുസരിക്കുന്നില്ല എന്ന് നാരായണൻ ചേട്ടൻ എന്നോടും പറഞ്ഞു. ഇത് ഹെൽമറ്റിന്റെ ബില്ല് 985 രൂപ. ഇത് ബാക്കി 15 രൂപ. ഇനി ഈ ഹെൽമറ്റ് വെക്കാതെ രാജീവനെ ബൈക്ക് ഓടിച്ച് കാണരുത്. വെച്ചോളാം സാർ.
ചെല്ല്. കൊള്ളാം അല്ലേ വക്കീലെ? നന്നായിട്ടുണ്ട്. സാറാണ് കൊള്ളാലോ. അത് എനിക്ക് ഇപ്പോഴാണോ മനസ്സിലായത്? എന്നാലും ഇങ്ങനൊരു പരിപാടി ആദ്യമായിട്ട് കേൾക്കുക. കൈവശാവകാശ സർട്ടിഫിക്കറ്റ് ചോദിച്ചു വന്നവന്റെ കയ്യിൽ നിന്ന് കൈക്കൂലി വാങ്ങി ഹെൽമെറ്റ് അവന് തന്നെ വാങ്ങിക്കൊടുക്കുക. വാങ്ങിയത് കൈക്കൂലി അല്ല. നാരായണൻ ചേട്ടൻ എത്ര പറഞ്ഞിട്ടും കേൾക്കാത്ത രാജീവനെ കൊണ്ട് ഹെൽമെറ്റ് വെപ്പിക്കാൻ ഒരു പൊടിക്കൈ പ്രയോഗിച്ചു. ആ പൊടിക്കൈ ഫലിച്ചു കാണും. പക്ഷേ ചില ദോഷങ്ങളും അതിന്റെ പേരിൽ ഉണ്ടായില്ലേ? എന്ത് ദോഷം? ശിശുപാലഞ്ഞേട്ടൻ കരുതിയിരിക്കുന്നത് കൈക്കൂലി വാങ്ങിച്ചു എന്നാണ്. ശിശുപാലഞ്ഞേട്ടനെ ഉത്തമനെ വിളിച്ചത് പറയുകയും ചെയ്തു. കുറച്ചു മുന്നേ ഒരു സുന്ദരേശൻ വിളിച്ചില്ലേ? അയാളോട് ശിശുപാലഞ്ഞേട്ടനായിരിക്കും പറഞ്ഞത് മോഹനേട്ടൻ കൈക്കൂലി വാങ്ങി തുടങ്ങിയെന്ന്. അങ്ങനെയാണെങ്കിൽ ശിശുപാലനെ വെച്ചിട്ടുണ്ട്. കെ മോഹനേശൻ കൈക്കൂലി വാങ്ങില്ല എന്ന് ഇത്ര കാലമായിട്ടും ശിശുപാലിന് മനസ്സിലായില്ലെങ്കിൽ അതൊരു കഷ്ടമാണ്. ആരായാലും സംശയിച്ചു പോവില്ലേ മോഹനേട്ടാ? ഈ ഞാൻ പോലും ചെറുതായിട്ട് സംശയിച്ചില്ലേ? മോഹനേട്ടൻ ഇന്നലെ വാങ്ങിക്കൊണ്ട് വന്ന ആ മുന്തിരി ഓറഞ്ചൊക്കെയാ പ്രശ്നം ഉണ്ടാക്കിയത്. മോഹനേട്ടൻ അങ്ങനെയൊന്നും വാങ്ങാറില്ലല്ലോ. ഞാൻ അധ്വാനിച്ചുണ്ടാക്കുന്ന കാശ് കൊടുത്ത് എന്റെ ഭാര്യയ്ക്ക് ഞാൻ എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് കൊടുത്താൽ അതിൽ പോലും സംശയം. ഇങ്ങനെയാണെങ്കിൽ ഇനി മുതൽ ഞാൻ ഒന്നും വാങ്ങുന്നില്ല. അയ്യോ അങ്ങനെ പറയല്ലേ, ഞാൻ ചുമ്മാ പറഞ്ഞതില്ലേ. മോഹനകൃഷ്ണൻ കൈക്കൂലി വാങ്ങുമെന്ന് സാക്ഷാൽ ഈശ്വരൻ പറഞ്ഞാലും വിശ്വസിക്കേണ്ട കാര്യമുണ്ടായിരുന്നില്ല സത്യഭാമയ്ക്ക്. എങ്കിലും സാഹചര്യത്തിന്റെ സമ്മർദ്ദത്തിൽ അങ്ങനെ വിശ്വസിച്ചു പോയി. സാരമില്ല, കഴിഞ്ഞത് കഴിഞ്ഞു. ഇനിയെങ്കിലും ഈ വില്ലേജ് ഓഫീസറെ തെറ്റിദ്ധരിക്കരുതെന്ന് എല്ലാവരോടും അഭ്യർത്ഥിച്ച് ഇന്നത്തേക്ക് വിടാം.